കേരള രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടിപ്പായ പുതുപ്പള്ളിയിൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും വോട്ടർ പട്ടികയിലെ അപാകതകളെയും കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പൊതുതെരഞ്ഞെടുപ്പിനെ നേരിട്ട ചാണ്ടി ഉമ്മൻ വോട്ടെടുപ്പിന് ശേഷം നടത്തിയ പ്രതികരണങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ UDFന്റെ ആധിപത്യത്തിന് ഇളക്കം തട്ടിയിട്ടില്ലെന്നും ഭൂരിപക്ഷം കുറയില്ലെന്നുമാണ് ചാണ്ടി ഉമ്മന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ SIR അഥവാ വോട്ടർമാരെ തിരഞ്ഞുപിടിച്ച് ഒഴിവാക്കുന്ന രീതി വലിയ തോതിൽ ബാധിച്ചുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ജനാധിപത്യപരമായ ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയുടെ സുതാര്യത എത്രത്തോളം പ്രധാനമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അർഹരായ ഓരോ പൗരനെയും വോട്ടർ പട്ടികയിൽ ചേർക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻകൈ എടുക്കേണ്ടത്. എന്നാൽ ഇതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് മണ്ഡലത്തിൽ സംഭവിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. പുതുപ്പള്ളി മണ്ഡലത്തിൽ മാത്രം ഏകദേശം 10,000-ഓളം വോട്ടർമാർ കുറഞ്ഞുവെന്ന ചാണ്ടി ഉമ്മന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. ഒരു മണ്ഡലത്തിലെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ ഈ സംഖ്യ മതിയെന്നിരിക്കെ വോട്ടർ പട്ടികയിൽ വന്ന ഈ കുറവ് ആസൂത്രിതമാണോ എന്ന സംശയം UDF കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. വോട്ടർമാരെ ചേർക്കുന്നതിനേക്കാൾ നീക്കം ചെയ്യുന്നതിലാണ് അധികൃതർ താൽപര്യം കാണിച്ചതെന്ന ആക്ഷേപം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായേക്കാം. വോട്ടവകാശം നിഷേധിക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം ഇത്രത്തോളം ഉയർന്നത് തിരഞ്ഞെടുപ്പിന്റെ വിശ്വസ്തതയെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വന്തം മണ്ഡലത്തിലെ തിരക്കുകൾക്കിടയിലും UDFന്റെ വിജയത്തിനായി കേരളത്തിൽ ഉടനീളം ഓടി നടക്കാൻ ചാണ്ടി ഉമ്മൻ തയ്യാറായി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 30 മണ്ഡലങ്ങളിലാണ് അദ്ദേഹം പ്രചാരണത്തിനായി എത്തിയത്.